പിൽഗ്രിം ചാപ്റ്റർ 3 ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വെട്ടുകാട് ചർച്ചിനെ കുറിച്ചാണ്. തിരുവനന്തപുരം നഗരത്തിൽ നിന്നും ഏകദേശം 8.5 കിലോമീറ്റർ ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രസിദ്ധമായ ദേവാലയമാണ് വെട്ടുകാട് പള്ളി. തിരുവനന്തപുരത്തെ പ്രമുഖ ബീച്ചായ ശംഖുമുഖം ബീച്ചിൽ നിന്നും 1.5 കിലോമീറ്റർ അകലെയാണ് ഈ ദേവാലയം സ്ഥിതി ചെയ്യുന്നത്. മാദ്രെ എന്ന ഇറ്റാലിയൻ പദത്തിൻ്റെയും ദേ ദേവൂസ് എന്ന പോർച്ചുഗീസ് പദങ്ങളുടെയും സമ്മിശ്ര രൂപമായ മാദ്ര ദേ ദേവൂസ്, അതായത് മദർ ഓഫ് ഗോഡ് എന്ന പേരിലുള്ള 500 വർഷം പഴക്കമുള്ള ഈ ദേവാലയം വെട്ടുകാട് പള്ളി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഭാരതത്തിൻ്റെ 2ാം അപ്പോസ്തലനായ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിൻ്റെ പാദസ്പർശനത്താൽ പുണ്യഭൂമിയായ വെട്ടുകാടിൽ പോർട്ടുഗീസുകാരുടെ വരവിന് മുൻപ് തന്നെ ഒരു ദേവാലയം ഉണ്ടായിരുന്നതായും അവിടെ ഒരു ക്രൈസ്തവ സമൂഹം ഉണ്ടായിരുന്നതായും വിശ്വസിക്കപ്പെടുന്നു. 1899 1919 കാലയളവിൽ ഇവിടെ ഉണ്ടായിരുന്ന ദേവാലയം 1934 ഫാദർ ഗോഡ്വിൻ എ ഗുഡിൻഹോ എന്ന പുരോഹിതൻ്റെ നേതൃത്വത്തിൽ ഗോതിക് രീതിയിൽ പണി ആരംഭിക്കുകയും 1937 ഫാദർ മൈക്കൽ ജോൺ കാലത്ത് പൂർത്തീകരിക്കുകയും ചെയ്തു. 1937 പൂർത്തീകരിച്ച ദേവാലയം കൊച്ചി രൂപതയിലെ വികാരി ജനറലായിരുന്ന മോൺസിങ്ങർ ലിയോൺ ഡിസോസ ആശീർവദിക്കുകയും ചെയ്തു. കാണുന്ന രീതിയിലുള്ള ദേവാലയത്തിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ 2009 ആരംഭിച്ചു. 2018 ജാനുവരി 31 രൂപതാധ്യക്ഷൻ ബിഷപ്പ് സൂസപ്പാക്യം ആശീർവദിക്കുകയും ചെയ്തു. റോമ, ഗ്രീക്ക്, ഗോത്തിക്, കേരള എന്നീ വാസ്തുവിദ്യയുടെ സമ്മിശ്രമാണ് ഇന്നത്തെ ദേവാലയം. ആയിരത്തി 1940 വെട്ടുകാടിൽ നിന്നുള്ള പ്രഥമ വൈദികനായ ഫാദർ ഹിലാരിയുടെ പൗരോഹിത്യ സ്വീകരണത്തോടനുബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ സംഭാവന ചെയ്തതാണ് ഇപ്പോൾ ദേവാലയത്തിൻ്റെ മുന്നിൽ കാണുന്ന ക്രിസ്തുരാജൻ്റെ സ്വരൂപം. റോമിൽ നിന്നും ലഭിച്ച ചിത്രത്തിൻ്റെ മാതൃകയിലാണ് ഈ സ്വരൂപം നിർമ്മിച്ചിരിക്കുന്നത്. ജോസ് വിയറോ അൽവർണാസ് എന്ന ബിഷപ്പായിരുന്നു ഈ ക്രിസ്തുരാജത്വ സ്വരൂപം ആശീർവദിച്ചത്. ആദ്യകാലത്ത് തിരുസ്വരൂപം ദേവാലയത്തിൻ്റെ ഉള്ളിലായിരുന്നുവെന്നും 2 വർഷത്തിന് ശേഷം ഇത് ഇപ്പോഴും കാണുന്ന സ്ഥലത്തേക്ക് പ്രതിഷ്ഠിക്കുകയും ചെയ്തുവെന്നാണ് പറയപ്പെടുന്നത്. വെട്ടുകാട് പള്ളിയിലെ പുരോഹിതനായിരുന്ന ഫാദർ ജി സ്റ്റീഫൻ രചിച്ച പാദപൂജ എല്ലാ വെള്ളിയാഴ്ചയും ക്രിസ്തുരാജ സന്നിധിയിൽ അർപ്പിക്കുന്നു. ജാതിമത ഭേദമന്യേ ഒരുപാട് വിശ്വാസികൾ ഇതിൽ പങ്കെടുക്കുന്നു. പയസ് 2ാമൻ മാർപ്പാപ്പ 1925 തൻ്റെ ലേഖനത്തിലൂടെ ക്രിസ്തുരാജത്വ തിരുനാൾ ലോകം മുഴുവൻ ആചരിക്കണം എന്നറിയിച്ചതനുസരിച്ച് വെട്ടുകാടിൽ ക്രിസ്തുരാജൻ്റെ തിരുനാൾ എല്ലാ വർഷവും ആഘോഷിക്കുന്നു. എല്ലാ വർഷവും നവംബർ മാസത്തിൽ നടക്കുന്ന 10 ദിവസം നീണ്ടു നിൽക്കുന്ന വെട്ടുകാട് പള്ളി തിരുനാൾ തിരുവനന്തപുരത്തെ വലിയ ആഘോഷങ്ങളിൽ ഒന്നാണ്. തിരുനാളിൻ്റെ പ്രധാന ചടങ്ങുകളിൽ ഒന്നാണ് തിരുസ്വരൂപം വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണം. ദേശരാജ്യങ്ങളായ UAE സെൻറ്റ് മൈക്കൽ ദേവാലയത്തിലും UK ക്രിസ്തുരാജൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നു. 1890 മുതൽ ഇന്ന് വരെ ഏകദേശം 42ഓളം വൈദികർ ഈ ദേവാലയത്തിൽ സേവനമനുഷ്ഠിച്ചിരിക്കുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അറബിക്കടലിനെ ഫേസ് ചെയ്ത് നിൽക്കുന്ന 500 വർഷം പഴക്കമുള്ള ഈ ചരിത്രമുറങ്ങുന്ന വെട്ടുകാട് പള്ളിയുടെ ചരിത്രം മുഴുവൻ ഈ വീഡിയോയിൽ പറയുക അസാധ്യമാണ്. ഈ ദേവാലയത്തെക്കുറിച്ചും തിരുവനന്തപുരത്തെ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ആരംഭകാലത്തെക്കുറിച്ചും കൂടുതൽ അറിയുന്നതിന് ഈ ദേവാലയത്തിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ പുതിയൊരു മ്യൂസിയം ഒരുക്കിയിട്ടുണ്ട്. ഇത് ദേവാലയത്തിന് പുറത്ത് പുരോഹിതന്മാർക്ക് താമസിക്കുന്നതിനുള്ള പള്ളിമേടയാണ്. പള്ളിമേടയുടെ വലതുവശത്താണ് ഭക്തജനങ്ങൾക്ക് കൊടുക്കുന്നതിനുള്ള ആശീർവദിച്ച എണ്ണയും നൂലും വിതരണം ചെയ്യുന്നത്. പുതുതായി വാഹനങ്ങൾ വാങ്ങുന്നവർ
പുരോഹിതനെ കൊണ്ട് ആശീർവദിക്കുന്ന കാഴ്ചയും നമുക്കിവിടെ കാണാം. ഇത് പള്ളിവക സ്റ്റാളാണ്. ജപമാല, മെഴുകുതിരി, രൂപങ്ങൾ, പലവിധ നേർച്ച സാധനങ്ങൾ എന്നിവ ഈ സ്റ്റാളിൽ നിന്നും വാങ്ങാൻ കഴിയും. വെട്ടുകാടിൽ വരുന്ന ഭക്തജനങ്ങൾക്ക് താമസിക്കുന്നതിനായി ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വിശ്രമ കേന്ദ്രവും ഇവിടെ പണിതിട്ടുണ്ട്. വെട്ടുകാട് ദേവാലയത്തിൻ്റെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. പുതിയൊരു പുണ്യസ്ഥലത്തിൻ്റെ വിശേഷവുമായി വീണ്ടും കാണാം. താങ്ക് യു.